കോട്ടയം അയർക്കുന്നത്ത് പുഴയിൽ ചാടി മരിച്ച യുവതിയുടെയും മക്കളുടെയും പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. കോട്ടയം മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടത്തുക. കുടുംബ പ്രശ്നങ്ങളെ തുടർന്നാണ് യുവതി 4ഉം 2ഉം വയസ്സുള്ള കുട്ടികളുമായി ജീവനൊടുക്കിയെന്നാണ് പോലീസ് നിഗമനം. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരുന്നു. ഗോകുൽ, ഇന്നലെ 2 സംഭവങ്ങളാണ് ഇത്തരത്തിലുണ്ടായത്. ഏറ്റുമാനൂരും ഇതുപോലെയുള്ള സമാനമായ ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ട്. എന്താണ് വിശദാംശങ്ങൾ? ഇന്നലെ ഉച്ചയോട് കൂടിയിട്ടായിരുന്നു ഇത്തരത്തിൽ അമ്മയും 2 പെൺമക്കളും പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവം ഉണ്ടായത്. അതിനുശേഷം ഇന്നലെ തെള്ളകത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും ഇവരുടെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു. ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കും. അതിനുശേഷമായിരിക്കും എന്തെങ്കിലും നല്ല മരണകാരണമൊക്കെ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുക. അതിനുശേഷമായിരിക്കും ബന്ധുക്കൾക്ക് മൃതദേഹങ്ങൾ വിട്ടു നൽകുന്നുണ്ടാവുക. ഈ ജിസ്മോളുടെ, അതായത് ഈ മരിച്ച അമ്മയുടെ അച്ഛനും അമ്മയും ഒക്കെ വിദേശത്താണ്. അതുകൊണ്ട് തന്നെ സംസ്കാര നടപടികൾ കുറച്ച് ദിവസങ്ങൾ കൂടി മുന്നോട്ട് പോകുമെന്നാണ് ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ വീട്ടുകാർക്ക് വിട്ടു നൽകുകയും ചെയ്യുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തതകൾ വരുത്തുവാനാണ് പോലീസ് ഇപ്പോൾ ഇന്ന് അതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടപടി അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുന്നതിനോടൊപ്പം തന്നെ ഈ മരണകാരണം കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണമാണ് പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള കുടുംബ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നോ അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങളായിരുന്നോ ആത്മഹത്യക്ക് പിന്നിൽ എന്നുള്ള ഒരു സംശയം നിലവിൽ പോലീസിനുണ്ട്. ഇന്നലെ തന്നെ അത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഭർത്താവ് ജിമ്മിയുമായിട്ട് ഈ ജിസ്മോൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു എന്നുള്ള കാര്യം അന്വേഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട് ബന്ധുക്കളുടെ അടക്കം വിശദമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണ നടപടിയായിരിക്കും പോലീസ് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടാവുക. ഏറ്റുമാനൂർ പോലീസാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഇപ്പോൾ നടത്തുകയും ചെയ്യുന്നത്. അതേസമയം ഇന്നലെ ബന്ധുക്കളോടൊക്കെ നമ്മളോട് പ്രതികരിക്കുകയുണ്ടായത് അവർ തമ്മിൽ കുടുംബ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചെന്നായിരുന്നു ബന്ധുക്കളൊക്കെ നമ്മളോട് പറഞ്ഞിരുന്നത്. പക്ഷേ പോലീസ് ആ കാര്യം പൂർണ്ണമായിട്ടും വിശ്വാസയോഗ്യത എടുക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് ജിമ്മിയുടെയും അതോടൊപ്പം തന്നെ ബന്ധുക്കളുടെയും ഒക്കെ തന്നെ വിശദമായിട്ടുള്ള മൊഴിയെടുത്ത് ആ രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ ഏറ്റുമാനൂർ പോലീസ് എന്തായാലും തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരും എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അന്വേഷണ നടപടികൾ വളരെ വേഗത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഏറ്റുമാനൂർ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ നമ്മളോട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അഞ്ജലി, ശരി, വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്നും ഗോകുൽ രമേശാണ്. കോട്ടയം അയർക്കുന്നത്ത് പുഴയിൽ ചാടി മരിച്ച യുവതിയുടെയും മക്കളുടെയും പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും.